ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഈസ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീമാണ്. അപ്പോൾ ആരെങ്കിലും ഇതുവരെയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഐസ്ക്രീം ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും തണുപ്പിച്ചെടുത്തു. ആ ബൗളിലേക്ക് 200 ml വിപ്പിംഗ് ക്രീം ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴേക്കും ഒരു വിപ്പിംഗ് ക്രീം നല്ല ടൈറ്റായിട്ടല്ലേ ഇരിക്കുന്നത്, അത്രയും പരുവമാകണ്ട. ഐസ്ക്രീമിൻ്റെ ഒരു ഇച്ചിരി ലൂസായിട്ടില്ലേ, അതുവരെ നമ്മൾ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ചക്ക വരട്ടി എടുത്ത് അതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. അതൊരു 7 സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നല്ലവണ്ണം ബീറ്റ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ചക്ക വരട്ടിയതിൻ്റെ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി 1 മണിക്കൂർ ഫ്രീസറിൽ വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് നട്ട്സ് തയ്യാറാക്കണം. അതിനുവേണ്ടി കുറച്ച് കപ്പലണ്ടി എടുക്കുക, വറുത്ത കപ്പലണ്ടി. ഒന്നെങ്കിൽ നമുക്ക് വറുത്ത കപ്പലണ്ടി മേടിക്കാൻ കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് ഓവനകത്ത് വെച്ച് വറുത്തെടുക്കുക. അത് കഴിഞ്ഞ് അതിലേക്ക് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 50 ഗ്രാം ഷുഗർ ഇട്ട് നല്ലവണ്ണം ചെറിയ തീയിലിട്ട് ഒന്ന് നല്ലവണ്ണം ചൂടാക്കി എടുക്കുക. ചൂടാക്കി വരുമ്പോൾ അതിങ്ങനെ മെൽറ്റായിക്കോളാം. മെൽറ്റായി ഒരു ബ്രൗണിഷ് ഷെയ്ഡ് ആകുമ്പോഴേക്കും അതിലേക്ക് 1 സ്പൂൺ ബട്ടർ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം മിക്സായി കഴിയുമ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കപ്പലണ്ടി എടുത്ത് അതിലേക്കിട്ട് നല്ലവണ്ണം അതും മിക്സ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ മിക്സ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ഫ്രീസറിലിരിക്കുന്ന ഐസ്ക്രീം എടുത്ത് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യുക. എൻ്റെ ബീറ്റ് ചെയ്തപ്പോഴേക്കും ഇച്ചിരി ഒരു ടൈറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 3 സ്പൂണ് ചൂടാക്കിയ പാലും കൂടെ ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. അപ്പോൾ അത് ഓക്കെ ആയി, കറക്റ്റ് പരുവമായി. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ പ്രലയും എടുത്ത് നമ്മളൊരു നല്ലവണ്ണം പൊട്ടിച്ചെടുക്കണം. ഇച്ചിരി ഒരു പൊടിത്തരി പോലെയൊക്കെ എടുക്കണം. എന്നാലിട്ട് നമുക്ക് കടിക്കാനും കിട്ടണം. ഐസ്ക്രീം കഴിക്കുമ്പോഴേക്കും ഒന്ന് കടിക്കാനും കിട്ടണം. അപ്പോൾ നമ്മളത് ചെറുതായിട്ടൊന്ന് പൊടിച്ച് നമ്മളതിലേക്ക് മിക്സ് ചെയ്ത് വീണ്ടും ആ ഒരു എയർ ടൈറ്റായിട്ടുള്ള ആ ഒരു കണ്ടെയ്നറിലേക്ക് നമ്മൾ വെച്ചു. അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ നമ്മൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി കൂടെ നട്ട്സൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് അടച്ച് ഫ്രീസറിലേക്ക് വെക്കുക. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്.